ഈ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പ്രതികരിക്കാം. ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെ കവർ ചെയ്യണം, എങ്ങനെ എക്സ്പോസ് ചെയ്യണം. അതൊരു ആൻസർ അല്ല. നിങ്ങളുടെ ശരീരഭാഗം നിങ്ങളായിട്ടുണ്ടാക്കിയതല്ല, തമ്പുരാനായിട്ട് തന്നതാ. അത് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് പൂർവീകർ പഴയ കാലത്തിലെ ഉമ്മമാർ ചെറുപ്പമായിരുന്നപ്പോൾ അവര് നടന്ന ഒരു വലിയമ്മമാരുടെ സ്റ്റൈലുണ്ട്. അതായത് എക്സ്പോസ് കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ കവർ ചെയ്തേ നടക്കാവൂ. രാജ്യങ്ങൾ ഇൻഡയറക്ട്ലി പറയുന്നു നിങ്ങളുടെ ശരീരഭാഗം തന്നെ മാനിച്ചു, സല്യൂട്ടാണ്. പക്ഷെ യു ഷുഡ് ബി ഡീസന്റ്ലി ട്രസ്റ്റ്. എന്ത് വിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. ചുരിദാർ വന്നു ഇവിടെ ഒരു പുതിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പണ്ടൊന്നും അതില്ലായിരുന്നു. എന്തിനാണ്? നിങ്ങൾക്ക് ഫ്രീഡം ഇഷ്ടംപോലെ ചുരിദാർ ഇട്ടാ ഒരു സ്ത്രീക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ആണുങ്ങൾ ചെയ്യുന്ന മാതിരി കാലെടുത്ത് കസയുടെ മേലിൽ കൂടെ വേണമെങ്കിൽ ഇട്ടിരിക്കുകയൊക്കെ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ബട്ട് ബി ഡീസന്റ്ലി ട്രസ്റ്റ്. കാരണം മക്കളെ, ഈ ആൺകുട്ടികളെ പുറകെ 3 പേരുണ്ട്, ഞങ്ങളെല്ലാം ഇരിക്കുന്നു ഇവിടെ. ആണുങ്ങളാ. ദൈവ സൃഷ്ടിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ അനാറ്റമിക്കകത്ത് തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളുടെ നയനം ആദ്യം വീഴുന്ന സ്ഥലമാണ്. നയനമാണ് ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ഈ നമ്മുടെ നെർവസ് സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്തെ കണ്ണിനകത്തെ സെൽസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ കണ്ടു. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഒരു കുട്ടിയുടെ മുഖവും ചിരിയാണെന്ന് ഇഷ്ടമെന്ന് വെച്ചോ. ഈ അങ്കിളിന് നാദിർഷായ്ക്ക് ഇഷ്ടം ചിലപ്പോൾ അവരുടെ ബാക്ക് ആയിരിക്കും. കുറച്ച് റോഡായിട്ടുള്ളതാണ് നാദിർഷായ്ക്ക് ഇഷ്ടമായിരിക്കാം. മോനെ പേഴ്സണലി പറഞ്ഞതല്ല. അങ്ങനെ ഓരോ പുരുഷനും ഓരോ വിധത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ളത് കണ്ണ് കാണുമ്പോൾ ഞങ്ങൾക്ക് സിഗ്നൽ തരും. അപ്പൊ എനിക്ക് നല്ല ചിരിയുള്ള ഒരു കുട്ടിയെ കണ്ടാൽ, നല്ല ഓമനത്വമുണ്ട്, നല്ല ഒരു ഡിവൈൻ ലുക്കാണെങ്കിൽ എനിക്കൊരു അട്രാക്ഷൻ തോന്നും. ഞാനപ്പോ ഈ സിഗ്നൽ കിട്ടുന്നത് എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യും. നോക്കി ക്യാപ്റ്റൻ അങ്ങോട്ടൊന്ന് നോക്കി, എന്ത് രസമായിരിക്കുന്ന ആ കുട്ടിയെ കാണാൻ. അപ്പൊ ഞങ്ങളിലെ പൗരുഷം വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് തെറ്റല്ല, നമ്മൾ അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല. ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പീഡന കാര്യത്തിൽ ആണിനും പെണ്ണിനും. നിങ്ങളും ജീവിക്കേണ്ട മാതിരി ജീവിച്ച് എങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കണം, എങ്ങനെ കവർ ചെയ്യണം ഒരു തീരുമാനമെടുത്ത് വൃത്തിയായിട്ട് നിങ്ങൾ 3 ഇപ്പം ഡീസന്റ്ലി ട്രസ്റ്റാ. ഇതുപോലെ ആയിക്കോട്ടെ. അല്ലാതെ ഈ ബ്ലൗസിന്റെ ഒക്കെ ബാക്ക് പോയി അങ്ങ് താഴെ പോയി അകത്തിടുന്ന സാധനത്തിന്റെ കവർ മാത്രം ഇത്ര ചെറിയ 1.5 ഇഞ്ച് ഒരു പീസ് വെച്ച് ബ്ലൗസിന്റെ കളറുള്ള സാധനത്തിൽ കവർ ചെയ്തിട്ട് ഞാൻ മുതൽ എന്റെ ഫാദറിന്റെ ഫാദർ, അപ്പന്റെ അപ്പൻ വരെ അറിയാതെ നോക്കിപ്പോകും. പക്ഷെ ഞങ്ങള് ക്യാപ്റ്റൻ രാജു സംയമനം പാലിക്കുന്നു, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞു. അതില്ലാത്ത പുരുഷന്മാരാണ് ഈ പീഡനത്തിന് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആണ്. പുരുഷനും സ്ത്രീ സമൂഹ ജീവികളാണ്. ഈ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കടപ്പാട് അറിഞ്ഞ് അനുസരിച്ച് വേണം ജീവിക്കാൻ. ഇതാണ് എന്റെ ഒരു ഉത്തരവാദിത്വം. സിനിമയിലാണോ പട്ടാളത്തിലാണ് കൂടുതൽ ശത്രുക്കള്? അത് നമ്മൾ കാണുന്ന മാതിരിയാ. ആർമിയിൽ പോലും ഒരു വെളുത്ത ഫ്ലാഗ് കാണിച്ചാൽ പിന്നെ ശത്രുവില്ല. അതറിയാമല്ലോ. ഞങ്ങൾ പീസ് ടൈമില് പാകിസ്ഥാൻ ബോർഡർ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു വെളുത്ത ഫ്ലാഗ് എടുത്ത് കാണിച്ചാൽ, അവര് വെളുത്ത ഫ്ലാഗ് കാണിച്ചാൽ ഞങ്ങൾ 2 കൂട്ടർക്കും അടുക്കാം. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സമോസായും ഞങ്ങൾ വൈകിട്ട് ചക്രപ്പാര എന്ന് പറയും. അത് ഗോതമ്പ് ഡയമണ്ട് കട്ട്സ് എന്ന് പറയില്ലേ, അതൊക്കെ നമ്മൾ എടുത്തോണ്ട് അവർക്ക് കൊടുക്കും. അവരുണ്ടാക്കുന്ന എല്ലാം എടുത്തോണ്ട് നമുക്ക് തരും. അൾട്ടിമേറ്റ്ലി ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ വന്നതിന് ശേഷം 2 രാജ്യമായത്. അല്ലെ നമ്മൾ ഒന്നല്ലായിരുന്നോ? ദൈവത്തിന്റെ മുമ്പിൽ എവിടെ ശത്രു?